ഇന്ന് എല്ലാവർക്കും സൗകര്യങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ആരാധനാ സംബന്ധം എത്രമാത്രമാണ്, വളരെ ലാഘവത്തോടു കൂടിയാണ് നാം ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് സങ്കടത്തോടു കൂടി ഓർക്കേണ്ടുന്നൊരു വസ്തുതയാണ്. നാം ചിന്തിക്കുക, ഇന്ന് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ വരും തലമുറ എങ്ങനെയായിരിക്കണമെന്നുള്ളതായ ഒരു ചിന്ത, ഒരു അങ്കലാപ്പ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് പ്രധാനപ്പെട്ടതായ കാര്യം തന്നെയാണ്. ഞാൻ ശുശ്രൂഷിച്ച ഒരു ദൈവാലയത്തിലെ രാത്രി പ്രാർത്ഥന മുതലാണ് അവിടുത്തെ ശുശ്രൂഷ നിർവഹിച്ചു തുടങ്ങിയത്. കാരണം അവിടെയും താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഈ രാത്രി പ്രാർത്ഥന മുതലേ ഒരു കുടുംബം, ഒരമ്മ, അപ്പൻ, ആൺമക്കൾ 2 പേർ അവർ ഒരുമിച്ച് ദൈവാലയത്തിൽ വരുമായിരുന്നു. ഞാൻ അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ അതിലെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ മൂത്ത മകൻ, അവൻ്റെ ഭാര്യ, ഇവരെല്ലാവരും ചേർന്ന് പിന്നീട് ദൈവാലയത്തിലേക്ക് വന്നു. ദൈവാനുഗ്രഹത്താൽ ആ പെൺകുട്ടി ക്യാരിയിങ് ആയി. അവൾക്ക് ദൈവാലയത്തിൽ എത്തുവാൻ കഴിയുന്ന ആരോഗ്യം അനുവദിക്കുന്നിടത്ത്